ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതെന്തോ ടെമ്പിൾ കാര്യങ്ങളാണെന്നുള്ളത്. അതെ, ഇത് ടെമ്പിൾ വ്ലോഗാണ്. നമ്മളുടെ വീടിന് അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഈ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്, വീടിനടുത്തായതുകൊണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കണ്ടതും അതെല്ലാം നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ശിവരാത്രി ദിവസം സന്ധ്യയ്ക്ക് അമ്പലം നല്ല ദീപാലങ്കാരത്തോടെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ കാഴ്ച നമ്മുടെ മനസ്സിന് വളരെ ഭക്തിയും സന്തോഷവും സമാധാനവും തന്നിരുന്നു. ഈ ക്ഷേത്രത്തിൽ പരമശിവനെ കൂടാതെ ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഭഗവതി അങ്ങനെ ഈ മൂർത്തികളെല്ലാം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശിവരാത്രി ദിവസം സന്ധ്യയ്ക്ക് വളരെ ഭക്തി നിർഭരമായ കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അവിടെ കണ്ട കാഴ്ചകളെല്ലാം ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ നല്ല ഭക്തി നിർഭരമായ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. കൂടാതെ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും അടുത്ത നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഭൂതഗണങ്ങളാണ് ഒപ്പം എന്നിങ്ങനെ പലതും ഗദീജിയോട് പറയുന്നു. ശിവന്റെ മഹത്വം ദക്ഷൻ മനസ്സിലാക്കുന്നില്ല എന്ന് ഗദീജി അഭിപ്രായപ്പെടുന്നു. ഈ യാഗം മുടങ്ങുമെന്നും പറഞ്ഞ ഗദീജി ശാപം നൽകുന്നു. ഇനി തുടർന്ന് അച്ഛന്റെ ദേഷ്യമെല്ലാം മാറിയാലോ എന്നിങ്ങനെ സതി ചിന്തിക്കുന്നു. എല്ലാം കേട്ട ശിവൻ സതിയെ വിലക്കുന്നു. മാത്രമല്ല, അവിടെ ചെന്നാൽ അച്ഛൻ ദക്ഷൻ യാഗസഭയിൽ സദസ്യരുടെ മുന്നിൽ നിന്ന് നിഷ്കരുണ സതിയെ പുറത്താക്കും എന്ന താക്കീതും ശിവൻ നൽകുന്നു. എങ്കിലും സതി പോകാൻ തീരുമാനിക്കുകയായിരുന്നു. Wow.
Loka